ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്നാക്സാണ് കാണിക്കുന്നത്. വെറും 5 മിനിറ്റ് പോലും ആവശ്യമില്ല ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്രയും എളുപ്പമാണ്. മാത്രമല്ല ഈ 5 തരം സ്നാക്സിനും കൂടെ ഒരു ബാറ്റർ മതി. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ? അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കായ് ബജിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കായ് ബജി ചെയ്യുമ്പോൾ നമ്മൾ വളരെ തിന്നായിട്ട് വേണം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കി ചൂടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കായ് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് കോരാം. ഇനി നമ്മൾ പൊട്ടാറ്റോ ബജിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തിന്നായിട്ട് നല്ല കനം കുറച്ച രീതിയിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് അതേ ബാറ്ററിൽ തന്നെ മുക്കി ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതുപോലെ മറ്റേ സൈഡും ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബജിയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മുടെ ക്രിസ്പി ഓണിയൻ റിങ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ സവാള എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് എടുത്തതാണെന്ന് മാത്രം. ഈ ഒരു കനത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ബാറ്ററിൽ മുക്കി ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ഓണിയൻ റിങ്സ് മൈദ വെച്ചിട്ടും ചെയ്യും, പക്ഷേ കടലമാവിൽ ചെയ്യുമ്പോൾ ഇതിനൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മൾ മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ബജി മുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുളക് 2ആയിട്ട് കീറി മുറിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു മുളകായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് അതേ ബാറ്ററിൽ മുക്കി ചൂടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സൈഡായി വരുമ്പോൾ അതുപോലെ മറ്റേ സൈഡും ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബജിമുളക് വറുത്ത് കോരാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഫ്ഡ് ബ്രെഡ് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 2 സ്ലൈസ് ബ്രെഡിലും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെക്കാം കേട്ടോ. ചിക്കൻ വെച്ചോ മട്ടൺ വെച്ചിട്ടുള്ള ഫില്ലിംഗ് എല്ലാം വെക്കാം. ഞാനിവിടെ സോയ പൊട്ടാറ്റോ ഫില്ലിംഗ് ആണ് വെക്കുന്നത്. 1 ടീസ്പൂൺ സോയ പൊട്ടാറ്റോ മസാല എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കി 2 സൈഡ് ഇതുപോലെ മുക്കി സൈഡിലെല്ലാം ആ ബാറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് മറ്റേ സൈഡ് അതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബ്രെഡ് ബജിയും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ 5 സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതും ഒരു ബാറ്റർ കൊണ്ട്. മാത്രമല്ല 5 മിനിറ്റ് പോലും ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വന്നില്ല. ബ്രിഞ്ചോൾ, കോളിഫ്ലവർ, പിന്നെ വെണ്ടക്കായ് അതെല്ലാം ഇതുപോലെ തന്നെ ഇതേ ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കടയിൽ നിന്നെല്ലാം മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ക്രിസ്പിയാണ്, നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേനും നമുക്കിത് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thanks for watching. All take care and bye-bye.